ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ട്രിവാൻഡ്രത്ത് ഏറ്റവും വില കുറച്ച് നമുക്ക് പ്ലാന്റ്സ്, ചെടികൾ, ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള എല്ലാ സംഭവവും കിട്ടുന്ന ഒരു ഷോപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഷോപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ, അവിടെയാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ചാനലിലെ കഴിഞ്ഞ മാസത്തെ ഗിവ് അവേ വിന്നറിന് നമ്മൾ ലുലുവിൽ കൊണ്ടുപോയി ആ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്ന വീഡിയോ ആയിരിക്കും. സോ രണ്ടും കൂടെ ചേർത്തൊരു വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ കുറച്ച് ലാൻഡ്സ്കേപ്പിൻ്റെ ചെറിയ പരിപാടി ചെയ്യണം. അത് ചെയ്തിട്ട് വേണം നമുക്ക് ഗിവ് അവേ വിന്നറിനെ കൊണ്ട് ലുലുവിൽ പോകാൻ. ഇതൊരു വലിയൊരു ബൊട്ടാനിക്കൽ ഗാർഡനാണ്. സംഭവം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് മിക്ക ചെടികളും ആൾക്കാരെടുക്കുന്നത് അവിടെ പോയാണ്. ഈവൻ ഷോപ്പിലുള്ളവർ പോലും ഹോൾസെയിൽ റേറ്റിന് അവിടെ നിന്നാണ് എടുക്കുന്നത്. സോ എല്ലാവരും പോയി നോക്കുക. വലിയ ദൂരമൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരാം. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ചെടികളും കിട്ടും. ഈവൻ ഗ്രാസ്, നമുക്ക് ലോണിലുള്ള ഗ്രാസ്, പല ടൈപ്പ് ഗ്രാസുകൾ കിട്ടും. വലിയ വലിയ ബാംബൂ, പാം ട്രീ, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും കിട്ടും. ഈവൻ ചെറിയ നമ്മുടെ മിനിയേച്ചർ ബോൺസായി പ്ലാന്റ്സ് വരെ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. വലിയ ഓവർ പ്രൈസ്ഡ് ഒന്നുമല്ല, ബാക്കിയുള്ള സ്ഥലത്ത് കിട്ടുന്നതിനെക്കാട്ടി വളരെ ലാഭത്തിലാണ് കിട്ടുന്നത്. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. സോ നമുക്ക് ആദ്യം പോയി എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ആ ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ട് പോവാം. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡനിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പ്ലാന്റ്സിൻ്റെ, ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ്, കൂടാതെ ബോൺസായി, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഭയങ്കര വലിയൊരു ഏരിയയാണ്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡൻ. ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് മേടിക്കാനുള്ളതാണ്, ജസ്റ്റ് ഡിസ്പ്ലേ ഒന്നുമല്ല. ഇതേ കണ്ടോ, നമുക്കിവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയകളുണ്ട്. അവിടെ എല്ലാം വണ്ടികൾ പാർക്ക് ചെയ്യാം, ഇപ്പുറത്തെല്ലാം വണ്ടികൾ പാർക്ക് ചെയ്യും. അതെല്ലാം ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷനാണ്. ഒരു ഡോം പോലെ തന്നെ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മാവ്, പല ടൈപ്പ് മാവും പ്ലാവും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ അങ്ങോട്ടും ഉണ്ട്, അങ്ങോട്ടൊക്കെ ഗ്രാസിൻ്റേതും പുല്ല്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. നമുക്കെന്തായാലും ഒരു സൈഡിൽ നിന്നൊന്ന് തുടങ്ങാം. നമുക്ക് ഈ സൈഡിൽ നിന്ന് പോകാം. ഇവിടെ ഈ വെച്ചിരിക്കുന്ന പ്ലാന്റ്സൊക്കെ കണ്ടോ, ഇത് 15-20 രൂപയൊക്കെ ഉള്ളൂ ഈ പ്ലാന്റ്സുകളെല്ലാം. ഇതൊക്കെ മുല്ലയാണ്. ചില പ്ലാന്റ്സിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടെയായിരിക്കും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത് നല്ല ഭംഗിയുള്ള ഡെക്കറേഷന് വേണ്ടി വയ്ക്കുന്നതാണ്. അഭിന് ഇതിൻ്റെ പേരറിയാവോ? ആ, അഭിക്ക് കുറച്ച് പ്ലാന്റ്സിൻ്റെ പേരുകളറിയാം, എനിക്കറിയത്തില്ല. ഇതും എന്തോ, എടാ ഇതെന്തോന്നറിയാവോ? ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഫ്രൂട്ട് എന്താണല്ലേ, റംബൂട്ടാനാണല്ലേ? ആ, റംബൂട്ടാൻ്റെ തൈകളാണ്. അത് മറ്റേതല്ലേ, ചൈനീസ്? വീപ്പിൻ ഫിഗ്. ഏത്? ആ, ഇതല്ലേ വീപ്പിൻ ഫിഗ്. കൊള്ളാം. ഇവിടെ ഫുൾ പ്ലാന്റ്സ് ആണ്. ഇതെന്തോ ഇതിൽ എഴുതിയിട്ടുണ്ട്, ലില്ലി പൈലി, ഫിംഗർ ലെമൺ, കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പേര് എഴുതി റേറ്റും എഴുതി വെച്ചിട്ടുണ്ട്. ഗംലെസ്. ഇതെന്തോ പ്ലാവാണോ? പ്ലാവാണ്. ചക്ക. അതിൻ്റെ പല ടൈപ്പ് ഇവിടെ ഈ ഒരു ഏരിയയിലുണ്ട്. ഇത് നമുക്ക് ആ സൈഡിലോട്ട് പോവാം. ഇതെല്ലാം പ്ലാവ് ഐറ്റംസാണ് ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത്. ഇത് സപ്പോട്ട. അതും പ്ലം ആണല്ലേ, അതോ എഴുതിയിട്ടുണ്ട് പ്ലംസ്. ഇത് നെല്ലി. ഓ, സ്റ്റാർ നെല്ലി, 20 രൂപയുള്ളൂ തൈ. ഇത് ഗ്രേപ്സ് കാണാൻ പറ്റില്ലല്ലോ, ചെറിയ തൈയാണ്. 25 രൂപ. ഇതിൽ എല്ലാ പ്ലാന്റ്സും എനിക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് വരത്തില്ല, കുറച്ച് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ മാങ്ങയുടെ തൈയാണ്, മാവിൻ്റെ. ഇതെല്ലാം മാവിൻ തൈ, പല ടൈപ്പാണ്. കോട്ടൂർ കോണം, അങ്ങനെയുള്ള പല ടൈപ്പാണ്. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ടിരിക്കുന്നുണ്ട്, ചെളിയുണ്ടാവും. നിങ്ങൾ വെള്ള ഷൂ ഒന്നും ഇട്ട് വരാതിരിക്കാൻ നോക്കണം.
ഇവിടെ റോസിൻ്റെ തൈകളുണ്ട്, കാണിച്ചു തരാം. ഇതൊക്കെ റോസിൻ്റെ തൈകളാണ്. പല ടൈപ്പ് പല കളർ റോസസ് ഉണ്ട്. പുല്ല് ഇവിടെയാണ്, ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഇത് 4 സ്ക്വയർ ഫീറ്റിന് 70 രൂപ അങ്ങനെ എന്താണ് റേറ്റ് വരുന്നത്. റേറ്റ് നമുക്ക് എന്തായാലും ഒന്നുകൂടെ ചോദിക്കാം. 100 ഒരു ഷീറ്റ് എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ ഫീറ്റ്. ഒരു ഷീറ്റിന് 70 രൂപ 100 രൂപ എന്തോ അല്ലേ? ചോദിച്ചു നോക്കാം നമുക്ക് ആ പയ്യനെടുത്ത്. ഇത് പാമല്ലേ? ചെറിയ പാമല്ലേ? भाई ग्रास कितना रुपए? 100 रुपये. ओके, 1 शीट एक. हाँ, स्क्वायर फीट. ഗൈസ്, അപ്പോൾ 4 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഷീറ്റ് ഗ്രാസിന് 100 രൂപയാണ് വരുന്നത്. ഇത് ഇവിടുന്ന് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അഭിയാൻ എന്തെങ്കിലും മേടിക്കാനുണ്ടോ? എനിക്കും ഗാർഡൻ സെറ്റിംഗ് ഉള്ളതാണല്ലോ. അതെ അതെ, നമുക്ക് രണ്ടുപേർക്കും ഗാർഡനിങ്, അക്വേറിയം, പെറ്റ്സ് ഇമാതിരി പരിപാടിയെല്ലാം ഉണ്ട്. അതാണ് നമ്മൾ ഒരുമിച്ച് ഇറങ്ങിയത്. ഇനി അങ്ങോട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സെലിബ്രിറ്റീസ് അതെ ഗൈസ്, നമ്മൾ ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ എന്താണ് പറയാനുള്ളത്? സേ നോ ടു ഡ്രഗ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഇതേപോലത്തെ ഹോബീസ് വയ്ക്കുന്നതാണ് നല്ലത്. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് നോക്കാം. സോ ഗൈസ്, ഇതാണ് ഇൻഡോർ പ്ലാന്റ്സ് ഏരിയ. കൊള്ളല്ലോ. ഇത് ഓർക്കിഡ് അല്ലേ അഭിയോ? ആന്തൂറി അല്ലേ? ആ, ഇതാണ് ഓർക്കിഡ് അല്ലേ? ഓക്കെ. ആന്തൂറി 600. പല കളറുണ്ട് കേട്ടോ. ഇതൊക്കെ ഓർക്കിഡ് 550. അതും പല കളേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. പല ടൈപ്പ് ആന്തൂറിയും ഓർക്കിഡും ഉണ്ട്. പല റേറ്റിനും ഉണ്ട്. 350 ഉണ്ട്, 170 ഉണ്ട്. ഇതെല്ലാം ആന്തൂറി അല്ലേ? പല ടൈപ്പ്. ഇത് പീസ് ലില്ലി അല്ലേ? ഇതെല്ലാം പീസ് ലില്ലിയ. ഞാൻ മേടിച്ചതിൽ ഇതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് പിന്നെ വാഷ് ചെയ്ത്. ആണോ? ഓ, ഇതെന്തുവാ? ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ആ, വെയിൽ വേണം. ഇത് ലക്കി ബാമ്പു അല്ലേ? ഇത് കാക്ടസിൻ്റെ ഏരിയയാണ്. കുറേ കിടിലം കാക്ടസുകളുണ്ട്. ബോൾ ടൈപ്പ് കാക്ടസ് ഉണ്ടോ? ഇത് കുറേ മിനിയേച്ചർ ടൈപ്പ് കാക്ടസ്. 50 രൂപയാണ് ഇതൊക്കെ. ഈ ചെടി നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ പേരറിയാവോ? പക്ഷെ കൊള്ളാമല്ലേ? ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ പൂ വരുന്നുണ്ടല്ലോ. ഇതും കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പേരറിഞ്ഞിട്ട് ഗൈസ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ ഒരു സെക്ഷൻ ഫുൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഗൈസ്. ജെയ്ഡ് അല്ലേ? ഓക്കെ, ഇത് ജെയ്ഡാണെന്ന് നമ്മുടെ അഭി പറഞ്ഞിരിക്കുകയാണ്. അതിലിനി മാറ്റമൊന്നുമില്ല. ആ, ഇത് ചൈന ഡോൾ. ഓക്കെ, ഇതിലൊരു വാക്സ് കോട്ടിങ് പോലെ ഉണ്ട് ഗൈസ്. ഈ ഒരു ലീഫിന് വാക്സ് കോട്ടിങ് പോലെ ഇല്ലേ? ഒരു മെഴുകിൻ്റെ. ആ അതെ, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇത് പക്ഷേ ഇൻഡോർ ആണോ? ആ, കോസ്റ്റ്ലി ആണല്ലോ.
ഇവിടെ കുറച്ചെങ്കിലും റേറ്റ് കുറവായിരിക്കുമല്ലോ. അബി എടുക്കണോ? ഉണ്ടല്ലേ. ഫിഗൊക്കെ ആ സൈഡിലുണ്ട്. ഇതാണ് ഫിഗ്. ഫിഗും ഫുള്ളി ഇൻഡോർ അല്ലേ? ഇനി അങ്ങോട്ട് പോയ ഏത് സൈഡിൽ പോയി? മുകളിൽ പോകും അല്ലേ? ഒരുപാടുണ്ട്. ഇവിടെ സ്കൂളിൽ നിന്ന് പിക്നിക്കൊക്കെ പിള്ളേരെ കൊണ്ടുവരാറുണ്ട്. ഇത് CC പ്ലാന്റ്സ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ CC പ്ലാന്റ്സ് ആണ്. ഇത് 200 രൂപയാണ്. നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ, കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല മെയിൻ്റെനൻസ്. ഇതിൻ്റെ പേരറിയാമോ? പക്ഷെ നല്ല രസമുണ്ട് ലീഫ് കാണാൻ. ഇത് നല്ല രസമുണ്ട്. ഇതൊക്കെ 75 റുപ്പീസ്. ഇതിൻ്റെ പൂ കൊള്ളാമല്ലേ? 400 കേട്ടോ. ആണല്ലേ? 400. ഓക്കെ. ഇതെല്ലാം 400 റുപ്പീസ്. ഇത് മോൺസ്റ്റർ അല്ലേ? ഇത് മോൺസ്റ്റർ. പക്ഷേ ഇത് ചെറിയ ടൈപ്പാണ്. ഇത് വേറൊരു ഇതിൻ്റെ പേര് എനിക്കറിയാം. 75. ഇത് വേറെ 75 റുപ്പീസ് ആണല്ലേ? നോർമൽ നമ്മൾ വീട്ടിലിരിക്കുന്ന ആ മോൺസ്റ്റർ അല്ല. അല്ലല്ലേ? അവിടെ എല്ലാം പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. നമുക്ക് ഇവിടെ നിന്ന് മെയിൻലി എടുക്കാനുള്ളത് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. അതാണ് ഒരുപാടൊന്നും നോക്കാത്തത്. ഇവിടെ സ്കൂളിൽ നിന്ന് കുട്ടികളെയൊക്കെ പിക്നിക്ക് കൊണ്ടുവരും ഇവിടെ ഫുള്ളൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല സ്ഥലമാണ്. ഇവിടെ തന്നെ ചെറിയൊരു കഫറ്റീരിയ ഒക്കെ ഉണ്ട്. അപ്പം പിള്ളേർക്ക് വന്നാലും ജ്യൂസ് കുടിക്കാനും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമ്മളിപ്പം കയറി മുകളിൽ വന്നപ്പം ഇൻഡോർ പ്ലാന്റ്സിൻ്റെ തന്നെ വേറെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം. വീട്ടിലും വേറെയും കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഇത് 120 ആണ് ഈ ഇരിക്കുന്ന പ്ലാന്റ്സൊക്കെ. നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറി നോക്കാം. ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. $10,000 ഈ ഒരു ട്രീ പോലെ ഇരിക്കുന്ന സാധനം 10,000 രൂപയാണ്. ഇത് ഡ്രസ്സിന 500 രൂപ. നല്ല അതും 500 രൂപ. അറിയത്തില്ല ഇത്രയും വില ഉണ്ടെന്ന്. ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടെ നിന്ന് താഴോട്ടുള്ള വ്യൂ നോക്കിക്കേ. കിട്ടില്ല വ്യൂ. ആ സൈഡും പ്ലാന്റ്സ് ഉണ്ട് അബിയെ. അബി ഇത് ഫേണല്ലേ? ഫേണാണോ? നമുക്ക് ആ കുളത്തിൻ്റെ അടുത്തൊക്കെ വയ്ക്കാൻ കൊള്ളാമല്ലേ? ഒരു നാച്ചുറൽ ഫീൽ കിട്ടും. അതെ. ഞാൻ ഇങ്ങ് വന്നിട്ടില്ല. ഞാനും ആ താഴെ വരെ പോയിട്ടുള്ളൂ. ഇതെല്ലാം പല ടൈപ്പ് ഫേൺസ് ആണ് ഗൈസ്. ദാരാസിങ്ങിനെ കണ്ടു. ഇതാണ് ദാരാസിങ്. 500 രൂപയാണ് ദാരാസിങ്ങിൻ്റെ റേറ്റ്. ദാരാസിങ്ങിനെ കണ്ടു. ഇതൊക്കെ ഏതെങ്കിലും സിംഗിമാരാണോ? എടാ നമ്മൾ ഇതുവഴി കയറി പുറത്തിറങ്ങുമോ? അല്ല ഇതുവഴി ലെഫ്റ്റ് ഉണ്ട്.
ഇത് എനിക്ക് തോന്നുന്നു ആ പുതിയ സ്ഥലത്ത് എത്തുമെന്തോ.